ഇരിക്കുന്നത്. എത്ര സിനിമകൾ ഇറങ്ങിയാലും നമ്മളെല്ലാവരും കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സസ്പെൻസ് ത്രില്ലർ മൂവീസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ മൂവി തീർച്ചയായും ഇഷ്ടപ്പെടും എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ഒരു ടീം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് ആ ലോഞ്ച് റീൽ കാണാം അല്ലേ? യെസ്, ആ ഒരു ട്രെയിലർ നമുക്കൊന്ന് ആസ്വദിക്കാം. Every trailer please. നമ്മുടെ പാർട്ടി രണ്ടാണ്, പക്ഷേ ഇവിടെ സ്റ്റുഡൻസ് ആണ്. ചേട്ടൻ ലോകത്തില്ലാത്ത ഒരു സാധനം തപ്പി നടക്കുന്ന അമ്മ പറഞ്ഞു. ഞങ്ങൾ റീൽ എടുക്കുന്നുണ്ട്, അപ്പം തുടങ്ങും. നിങ്ങൾ അറ്റത്തോലൊക്കെ പറഞ്ഞോ, അങ്ങോട്ട് കേരളത്തിന് ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം. കേരളത്തിൽ ഇതുവരെ ഇത്തരത്തിൽ ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയോ ഐശ്വര്യം വരാൻ വേണ്ടി ഒരു മനുഷ്യനെ കൊലപ്പെടുത്തി എന്നൊരു വാർത്ത പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു നടക്കുന്നതേ ഉള്ളൂ. മനുഷ്യജീവൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേ. സിന്ധു എനിക്ക് വിശ്വസിക്കാനേ ആവുന്നു. That is the launch of Kiratha movie. a huge round of applause for the entire team. Wishing you all the very best to the entire team of Kiratha. I would like to invite Mr. Roshan Kohli to speak a few words. നമസ്കാരം, ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന സ്ഥലത്താണ്. ഇത് ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഇലന്തൂർ നരബലിയുമായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമയാണ്. എല്ലാവർക്കും അറിയാമല്ലോ, അത്ര മാരകമായിട്ട് ആൾക്കാർ കൊന്ന് ഭക്ഷിച്ച ഒരു കഥ നമ്മുടെ ലൈഫിൽ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തുള്ളൊരു സിനിമയാണ്. അപ്പം ഞാൻ എല്ലാവരെയും മോഡലിംഗിൽ നിന്നാണ് ഇത് പലവരെയും എടുത്തേക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മോഡലിംഗ് നമുക്ക് ഒരു വലിയൊരു വഴിയാണ്. എല്ലാവരും മാക്സിമം കുട്ടികളെ റാമ്പിലും മോഡലിങ്ങിലൊക്കെ എത്തിക്കുക. മോഡലിംഗിൽ നിന്നാണ് ഈ കുട്ടികളെല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ പടം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പുതുമുഖങ്ങളാണ് എല്ലാവരും. ഇപ്പോൾ ട്രെയിലർ കണ്ടല്ലോ. അപ്പം എല്ലാവരും ഈ പടം തിയേറ്ററിൽ 23 ജനുവരി റിലീസാണ്. കേരളത്തിൽ മുഴുവനുണ്ട്. എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സർ. അതുപോലെ അതുലുണ്ട്, അതുല്യ, സുധീഷ്, ഷമീർ എല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്ക് പ്രൊഡ്യൂസർ ചന്ദ്രമൗമിതി മാമിൻ്റെ ഒരു 2 വാക്ക് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ശ്രീനിവാസൻ സാറിന് ആദരാഞ്ജലികൾ. നമ്മളുടെ മലയാളം സിനിമയിൽ പ്രേതകഥകളും രക്ഷിക്കഥകളൊക്കെ ആസ്പദമാക്കി ധാരാളം സിനിമകളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു പ്രമേയം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ടാണ്. നിങ്ങളുടെ എല്ലാം സഹായം സാറിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും പോയി കാണണം. പുതുമുഖങ്ങളാണ്, സീനിയറായ ആക്ടേഴ്സും കുറച്ച് പേരുണ്ട്. എല്ലാവരുടെയും സഹായം വേണം. ഞങ്ങളുടെ മലയാളത്തിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ് കിരാത. എല്ലാവരും സഹകരിക്കുക, കാണുക, സിനിമയെ വിജയിപ്പിക്കുക. താങ്ക് യു മാം. കിരാത ടീം അവതരിപ്പിക്കുന്ന ഒരു റാമ്പ് ഷോ കൂടി നമുക്ക് കാണാനുണ്ട്. അവർ മോഡൽസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അല്പസമയത്തിനകം അവർ എത്തിച്ചേരും. അപ്പോൾ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ടു ദ എൻറ്റയർ ടീം. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. Ladies and gentlemen, give a loud round of applause to the entire team of Kiratha. Shami. Assalamu alaikum.
ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് IFE. അതുപോലെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട്. എസ്പെഷ്യലി കുറേ അമ്മമാരും അച്ഛന്മാരും കുറേ മക്കളും നിങ്ങളെല്ലാവരും കൂടിയുള്ള സപ്പോർട്ട് കൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. സോ ഭയങ്കര ഹാപ്പിയാണ്. മൂവി തന്നെയായിരുന്നു എൻ്റെ എയിം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡാൻസും ഫാഷൻ ഷോയും ഇതുപോലെ റാം ഷോയും ഒക്കെ ഞാൻ സെലക്ട് ചെയ്തതും. സോ എനിക്ക് പറയാനുള്ളത് പിന്നെ എടത്തോടി സാറിനോടും മാമിനോടുമാണ്. ഒരു രൂപ പോലും ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ ഞാൻ ഒരുപാട് ലൈക്ക് നമ്മുടെ ഇതേപോലെ ഓഡീഷൻസിന് പോയതാണ്. ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു. എന്നാൽ ഇതിനകത്തുള്ള ഓരോ മോഡൽസ് ഓരോ കഥാപാത്രങ്ങളെയും ഇവർ ഫാഷൻ ഷോ വന്ന് കണ്ടതിന് ശേഷം അവരുടെ ഉള്ളിലെ ക്യാരക്ടറാണ് ഞങ്ങളുടെ സ്കെച്ച് ചെയ്തിട്ട് ഞങ്ങളെ എടുത്തിട്ടുള്ളത്. സോ അതിന് വലിയൊരു താങ്ക്സ് എടത്തോടി സാറിനും മാമിനും. ഒരു രൂപ പോലും വാങ്ങില്ലെന്ന് എടുത്ത് പറയാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈവൻ എൻ്റെ അടുത്ത് തന്നെ പലരും ചോദിക്കുന്ന പിള്ളേർ ഷമീർ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, പൈസ കൊടുക്കാൻ റെഡിയാണ്. അതാണ് സിറ്റുവേഷൻ. പക്ഷേ കഴിവ് കണ്ടിട്ടാണ് അവരെ ലൈക്ക് നമ്മളെ കൊണ്ട് ആ കഥാപാത്രം ചെയ്യാൻ സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് റോഷൻ സാറും അതുപോലെ ജിറ്റ മാമൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് സോ ഹാപ്പി. ഇതാണ് പറയാനുള്ളത്. പിന്നെ നടന്നൊരു സംഭവമാണ് നമ്മുടെ പത്തനംതിട്ടയിലെ കോന്നിയിലെ നരബലി. അതുമായി ബന്ധപ്പെട്ട് കുറേ ആളുകളെ കൊന്ന് വീടിൻ്റെ ഉള്ളിൽ പൂജ ചെയ്ത് ബ്ലഡ് എടുത്ത് പൂജ ചെയ്ത് അങ്ങനത്തെ ഒരു മൂവിയാണ്. ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയൊന്നും അല്ല. പക്ഷേ കയ്യിൽ ഒതുങ്ങുന്ന പൈസ കൊണ്ട് മാന്യമായി നല്ല രീതിയിൽ ചെയ്ത് ഒരു കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ത്രില്ലിംഗ് മൂവിയാണ്. സോ ഇൻഷാല്ലാ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മളെ ഇതിനകത്ത് കുറേ കുരുന്നുകൾക്ക് ഇതുപോലെ താല്പര്യമുണ്ട് മൂവിയിലേക്ക്. അതിനെല്ലാവിധ സപ്പോർട്ട് ഇവർ ചെയ്തു തരുന്നതാണ്. ഇൻഷാല്ലാ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രailer കൂടെ കാണാം. താങ്ക് യു സോ മച്ച്. I think we are running short of time, but in spite of that, Yes. she's a very dear friend of mine. അതിലെ ഒരു വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മോഡലാണ്. ഒരുപാട് റൺവേസ് റാം വാക്ക് ഞങ്ങൾക്ക് ജോയിൻ ചെയ്ത ഒരാളാണ്. ഒരു വണ്ടർഫുൾ ടീം മെമ്പർ ആണ് ഒരുപാട് മോഡലിംഗ് കമ്പനീസിന് വേണ്ടി. ഷീസ് ഓൾസോ എ പെജന്റ് വിന്നർ ആസ് വെൽ. സോ റിക്വസ്റ്റ്